ഇന്ന് ഞാൻ ഉള്ളത് റോയൽ കമ്മീഷനിലാണ് കേട്ടോ. റോയൽ കമ്മീഷൻ്റെ എൻഡിലാണുള്ളത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ എൻഡ് പാർട്ടിൽ കുറേ വർക്കുകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതേ നിങ്ങൾക്ക് കാണാം, കടലിലൊരു മണ്ണുമാന്തി കപ്പൽ ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ ബാക്കിലായിട്ട് കടലിൽ മണ്ണുമാന്തി കപ്പലാണ് കിടക്കുന്നത്. ഇവിടെ ഒരു വലിയൊരു കൺസ്ട്രക്ഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഒരു മോളാണ്. ഈ മോൾ പണിയുന്നത് കടലിന് ഉള്ളിലാണ് കേട്ടോ, കടലിനകത്താണ് പണി നടക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ തുടങ്ങുകയാണ്. അപ്പോൾ ട്രാവൽ ടെക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. കുറച്ച് കാഴ്ചകൾ, ഇവിടുത്തെ കാഴ്ചകൾ കാണാം. പിന്നെ വേറെ ഇതിനോടനുബന്ധിച്ച് കുറച്ച് കാഴ്ചകളും കൂടി നമുക്ക് കാണാം കേട്ടോ. നേരത്തെ പറഞ്ഞില്ലേ, ഒരു മണ്ണുമാന്തി കപ്പലാണ് ഈ കിടക്കുന്നത് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഡ്രഡ്ജിങ് നടത്തുന്ന ഒരു കപ്പലാണ് ഈ കാണുന്നത്. അതിൻ്റെ ഡ്രഡ്ജിങ്ങിൻ്റെ സാധനങ്ങളും അതും ഇതൊക്കെയാണ് അതിനകത്തുള്ളത്. ഓക്കെ, ഇത് റോയൽ കമ്മീഷൻ്റെ എൻഡാണ് നമ്മൾ കാണുന്നത്. ഇവിടെ ഒരു ചെറിയൊരു ഫെൻസിങ് ഒക്കെ ഉണ്ടാക്കി ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ആ ഭാഗത്ത് ഇവിടെ കുറച്ച് പുതിയ കൺസ്ട്രക്ഷനൊക്കെ നടക്കുന്നുണ്ട്. ഇതിൻ്റെ ഈ പുതിയ എന്ന് പറയുമ്പോഴത്തേക്കും റെസ്റ്റോറൻറ്റ് അതും ഇതുമൊക്കെയാണ് പണി നടക്കുന്നത് കേട്ടോ. ഈ കാണുന്നില്ലേ, ഇതാണ് കൺസ്ട്രക്ഷൻ. അതുപോലെ തന്നെ ഇതിനകത്തൂടി ഇങ്ങനെ ഒരു നോക്കിയാൽ ഈ കാണുന്ന റോഡ് ഇങ്ങനെ പടിഞ്ഞിരിക്കുകയാണ്. ഈ റോഡ് വഴി നിറച്ച് വാഹനങ്ങൾ ഇങ്ങനെ പോവുകയാണ്. കൺസ്ട്രക്ഷൻ പർപ്പസിന് വേണ്ടിയിട്ട് വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. അവിടെ എന്താണ് വർക്ക് കിടക്കുന്നതെന്ന് അറിയില്ല കേട്ടോ. അതിൻ്റെ ഉള്ളിലുണ്ടോ അവിടെയൊക്കെ ലോറികൾ കിടക്കുന്നുണ്ട്. ഒന്നും അറിയില്ല എന്താണ് അവിടുത്തെ വർക്കെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. എന്തോ വർക്ക് കിടക്കണം. അതൊക്കെ ഫൈനലൈസ് ആകുമ്പോഴത്തേക്ക് മാത്രമേ നമുക്കത് കാണാൻ പറ്റുള്ളൂ. എന്തായാലും ഇവിടെയാണ് ഞാൻ പറഞ്ഞ മോളിൻ്റെ പണി നടക്കുന്നത്. ഇതൊരു വലിയ മോളാണ് പണിഞ്ഞിരിക്കുന്നത്. ഈ മോള് സത്യത്തിൽ കടലിനകത്താണ് കേട്ടോ. കടലിനകത്താണ് ഇതിൻ്റെ വർക്ക് കിടക്കുന്നത്. പിന്നെ അക്കരക്കര എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ജുബൈലൊന്നും ഇവിടെ നിന്ന് കാണാൻ പറ്റില്ല. വളരെ ദൂരെയാണ് ഞാനുള്ളത്. ബാക്കി റോയൽ കമ്മീഷൻ്റെ ഫനാത്തീറൊക്കെ കാണുന്നത് വളരെ ഒരു ഇരുണ്ട മാതിരിയാണ്. പക്ഷേ കാണാൻ പറ്റില്ല, കുറച്ച് ക്ലൗഡിയാണെന്ന്. അത് കാരണം അത്രത്തോളം വ്യൂ അത്ര ക്ലിയർ അല്ല കേട്ടോ. ഇതേ കണ്ടില്ലേ, ഇതൊക്കെയാണ്, ഇത് വ്യൂ കറക്റ്റ് ആവുന്നില്ല എന്ന് പറഞ്ഞാൽ ക്ലൗഡി ആയത് കാരണം അത്രത്തോളം കാണാൻ പറ്റുന്നില്ല. അവിടെ എല്ലാം ഈന്തപ്പന വെച്ച് നല്ല തണലിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് കുറച്ച് കുഴപ്പമില്ലാത്ത കാലാവസ്ഥയാണ്. ചൂട് ചെറുതായിട്ടുണ്ട്, എന്നിരുന്നാലും അത്രത്തോളം ഹ്യൂമിഡിറ്റി ഇല്ല കേട്ടോ. ചൂടുണ്ടെന്നുള്ളതേ ഉള്ളൂ. കണ്ട, ഇവിടെ ബോട്ട് റോഡ് മാർഗം കൊണ്ടുവന്നതിനുള്ള സെറ്റപ്പ് നിങ്ങൾ കണ്ടല്ലോ. ഇത് കടലിൽ നിന്ന് കയറ്റിയിട്ട് പിന്നെ ലോറിയിലും ട്രക്കിലും ഒന്നും കൊണ്ടുപോകേണ്ട കാര്യമൊന്നുമില്ല. കണ്ട, ഇതിങ്ങനെ ഒരു സെറ്റപ്പാണ്. അതായത് ഇതൊരു ഫ്രെയിം ഉണ്ടാക്കിയിട്ട് അതിലിങ്ങനെ വീല് ഘടിപ്പിച്ച് അതിൽ ബോട്ട് കയറ്റി വലിച്ചുകൊണ്ട് പോവുകയാണ് പതിവ് കേട്ടോ. ഇതെന്നൊക്കെ സിമ്പിളായിട്ട്, ഇതിപ്പോൾ നിങ്ങളുടെ അടുത്തൊരു SUV ഉണ്ടെന്നുണ്ടെങ്കിൽ ആ SUVയിൽ ഘടിപ്പിച്ച് നിങ്ങൾക്ക് ഇങ്ങനെ കൊണ്ടുപോകാം. വളരെ സിമ്പിളായിട്ട് റോഡേ വലിച്ചുകൊണ്ട് പോകാം. ഇവിടെ റോഡേ ഈ ബോട്ട് കൊണ്ടുപോകുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതിലിരിക്കുന്ന എൻജിൻ മെർക്കുറി പ്രോ XS 207 ഹോഴ്സ് പവറിൻ്റെ 2 മോട്ടറാണ് ഇരിക്കുന്നത് കേട്ടോ. ഇത് അടിപൊളി ഒരു ബോട്ടാണ് ഇവിടെ ഇരിക്കുന്നത് കേട്ടോ. ഇതൊരു 2 പേർക്കോ മറ്റോ യൂസ് ചെയ്യാനേ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. അത് സൈഡിൽ ഇങ്ങനെ ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റും. 2 പേര് ഇരുന്ന് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ബോട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഓപ്പൺ ബോട്ടാണ്. ഇത് കണ്ടോ, ഈ ബോട്ട് കൊണ്ടുപോകാനുള്ള ഫ്രെയിമാണ് ഈ കാണുന്നത് കേട്ടോ. ഇതിൽ ഈസി ആയിട്ട് കടലിൽ നിന്ന് വലിച്ചു കയറ്റാം. ഇതിൻ്റെ കുഷ്യനാണ്. ഇതിനൊന്നും ഒരു കുഴപ്പമൊന്നുമില്ല. ഇതൊന്നും ബോട്ട് അതിനകത്ത് കയറി ഇരുന്നതെന്നും പറഞ്ഞ് ഉരഞ്ഞ് ചീത്തായി പോവുക അങ്ങനെയൊന്നുമില്ല. നോക്കിയാൽ വളരെ സിമ്പിളായിട്ട് പരിപാടി. ഒറ്റയ്ക്ക് ഒരാളിന് ഈസി ആയിട്ട് ബോട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് കയറ്റി വെക്കാം. ആ കണക്കിനാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും കിടപ്പുണ്ട് ഒരു ഫ്രെയിം. കണ്ടോ, ഈ കാണുന്ന ഇതിൽ ബോട്ടിങ്ങനെ കയറ്റിയിട്ട് പിടിച്ച് കറക്കുക. ഇതിങ്ങനെ കറക്കുമ്പോഴത്തേക്കും ബോട്ട് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഈ ഫ്രെയിമിനകത്തേക്ക് കയറും. വളരെ സിമ്പിളായിട്ട്. പിന്നെ അത് തിരിച്ചിറക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഈ ലോക്ക് കൊണ്ട് ഇതിനിങ്ങനെ തിരിച്ചിട്ടിട്ട് പിടിച്ചാൽ മതി. അപ്പോഴത്തേക്ക് അത് തിരിച്ചിറക്കുകയും ചെയ്യാം.
അപ്പോൾ ഈസി ആയിട്ട് ഒരാളിന് തന്നെ ഈ ബോട്ട് ഇതിലേക്ക് കണക്ട് ചെയ്ത് അകത്തേക്ക് കയറ്റുകയും ഇറക്കുകയും ഒക്കെ ചെയ്യാം. കടലിൽ നിന്ന് നേരിട്ട് വലിച്ചു കയറ്റാൻ പറ്റും സിമ്പിളായിട്ട്. ഈ കാണുന്ന കയറുണ്ട് ഇതിനകത്ത്, വേണ്ട ഇത് അതിൽ കണക്ട് ചെയ്തിട്ട് ബോട്ടിൽ കണക്ട് ചെയ്ത്, പിന്നെ ഇതൊരു വലിയൊരു ചെയിനും കൂടി ഉണ്ടാവും. ആ ചെയിനിൽ ഇതുമായിട്ട് കണക്ട് ചെയ്ത് ഇതിനകത്ത് വഴി ഈസി ആയിട്ട് ഇങ്ങനെ നമുക്ക് വലിച്ച് അല്ലെങ്കിൽ കറക്കി കയറ്റാവുന്നതാണ് ബോട്ട്. ഇവിടെ വന്നിട്ട് ഇങ്ങനെ നിൽക്കും ബോട്ട്. അപ്പോൾ ഈസി ആയിട്ട് ബോട്ട് അതിനകത്ത് കയറ്റിക്കൊണ്ട് പോകാം. നോക്കിയാൽ ഇത് പക്ഷേ അതിൻ്റെ ഫ്രെയിമുകളെല്ലാം ഒരു കുഷ്യനൊന്നും പതിച്ചതല്ല, എൻഡിൽ മാത്രമേ ഉള്ളൂ കാർപ്പറ്റ് വെച്ചിട്ട് ബോട്ട് സ്ക്രാച്ച് ആവാതെ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. പക്ഷേ ഈ കാണുന്നത് കണ്ടോ, മൊത്തം കാർപ്പറ്റ് കൊണ്ട് പൊതിഞ്ഞിരിക്കുകയാണ്. അപ്പം ബോട്ട് അങ്ങനെ സ്ക്രാച്ച് ആവാനൊന്നും ചാൻസ് ഇല്ല. പക്ഷേ ഇത് ഈ ടയറൊക്കെ ഈ ഫ്രെയിമിൽ ചെയ്തിരിക്കുന്നത് നോക്കി പ്ലേറ്റൊക്കെ കൊടുത്തിട്ട് വളരെ വിശാലമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതായത് റോഡിൽ കൊണ്ടുപോയി കഴിഞ്ഞാലും വേറൊരു ഡാമേജും വരാത്ത രീതിയിൽ മറ്റുള്ള വാഹനങ്ങൾക്കൊന്നും ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ കൊണ്ടുപോകത്തക്ക രീതിയിലാണ് ഈ ബോട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ കണ്ടോ വേറെയും ബോട്ടുണ്ട്, 2 ബോട്ട് ഇവിടെ കിടപ്പുണ്ട്. ഇവിടെ ഒരു സുസുക്കിയുടെ ബോട്ടുണ്ട്, അത് ഈ കാണുന്നത്. എൻ്റെ അമ്മോ, ഇത് ഭയങ്കര വലിയ ബോട്ടാണ്. കുറച്ച് ആളുകൾക്ക്, അധികം ആൾക്കാർക്ക് ഇരിക്കത്തക്ക രീതിയിലുള്ള ബോട്ടാണ് ഇത് കേട്ടോ. ഇതിനകത്തും വലിയ ഹെവി എഞ്ചിനാണ് വെച്ചിരിക്കുന്നത്. ഇതേ സുസുക്കി 4 സ്ട്രോക്ക് എഞ്ചിനാണ് ഇതിനകത്തിരിക്കുന്നത്. ഇതും ബോട്ട് അത്ര വലിയ ഉണ്ടാവുമല്ലോ, എത്ര പേർക്ക് ഇരിക്കാമെന്ന് നോക്കിയേ. അറൗണ്ട് 10 പേരോളം യാത്ര ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് സീറ്റിംഗ് കപ്പാസിറ്റി. 10 അല്ല, അതിൽ കൂടുതൽ ആൾക്കാർക്ക് ഇരിക്കാം. ഇവിടെയൊക്കെ ആൾക്കാർ ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റും കേട്ടോ. ആ രീതിയിലാണ് ഈ ബോട്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ബോട്ടിന് താഴെ എന്നിട്ടാണ് ഞാൻ കാണിക്കുന്നത്. എന്നെക്കാളും പൊക്കമുണ്ട് ബോട്ട്, അതിനകത്തേക്ക് കയറാൻ പറ്റില്ല. ആ ഒരു സെറ്റപ്പിലാണ് ഉള്ളത്. ഇത് കണ്ടോ, വളരെ ഈസി ആയിട്ട് അവർ കെട്ടി വെച്ചിരിക്കുന്നത് നോക്കി. ഇതുകൊണ്ട് ഇത് കുറച്ച് ഹാർഡ് ഉള്ള പ്ലാസ്റ്റിക്കുമായിട്ട് ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്തേക്ക് ബോട്ട് കയറ്റി വെച്ചിരിക്കുക. ആ അടിഭാഗം കറക്റ്റായിട്ട് അതിനകത്ത് കയറി ലോക്കായിട്ടിരിക്കും. കേട്ടോ, വളരെ ഈസിയാണ് പരിപാടി. അപ്പോൾ ഒറ്റയ്ക്ക് തന്നെ ഒരാളിന് കയറ്റാമെന്നുള്ളത് ഞാൻ പറഞ്ഞല്ലേ. ഇതുപോലെ തന്നെ ഇതിൽ ലോക്കിട്ടിട്ട് കറക്കി അകത്തേക്ക് കയറ്റിയിരിക്കുകയാണ്. ഇതാണ് ബോട്ട് ജെട്ടി കേട്ടോ. പ്രൈവറ്റ് ബോട്ടുകളുടെ ബോട്ട് ജെട്ടിയാണ് ഇവിടെ കാണുന്നത്. ഇപ്പം ഇവിടെ നിന്നുള്ള ബോട്ടാണ് ആ കരയിൽ കയറ്റി വെച്ചിരിക്കുന്നത്. ആൾക്കാർ പുറത്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ്. അതല്ലെങ്കിൽ കൊണ്ടുവന്നതായിരിക്കും, ജെട്ടിയിലേക്ക് ഇറക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതാണ്. ഇതാണ് ബോട്ട് ജെട്ടിയുടെ, ഞാൻ കാണിച്ചു തരാം. അടിപൊളി ബോട്ട് ജെട്ടിയാണ്. കുറച്ചധികം ബോട്ടുകളുണ്ട്, ചെറുതും വലുതും ഒക്കെ ആയിട്ട് കുറേ ബോട്ടുകളുണ്ട്. പക്ഷേ ബാക്കിയുള്ള ബോട്ടുകളൊക്കെ എവിടെയാണെന്ന് അറിയില്ല. വെക്കേഷൻ ആയതുകൊണ്ട് ബോട്ടുകളൊന്നും കാണാൻ സാധ്യതയില്ല എന്ന് തോന്നുന്നു കേട്ടോ. ഇതൊരു വലിയൊരു ബോട്ട് ജെട്ടിയാണ്. നോക്കിയാൽ ഇവിടുത്തെ ഗവൺമെൻറ് ഇവിടുത്തെ ആൾക്കാർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്ന ഫെസിലിറ്റീസ് നോക്കിയാൽ. സ്വന്തമായിട്ട് ബോട്ടുള്ളവർക്ക് ഇവിടെ കൊണ്ടുവന്ന് അടുപ്പിക്കാം. നമ്മുടെ നാട്ടിലും ബോട്ട് ജെട്ടികളുണ്ട്, പക്ഷേ അവിടെ നിന്ന് ഇത്രത്തോളം വിശാലമായ സൗകര്യങ്ങളുണ്ടാവില്ല. ബോട്ട് കൊണ്ടുവന്ന് കടലിലിങ്ങനെ കെട്ടി നിർത്താനല്ലേ പറ്റുള്ളൂ. എന്നിട്ട് ചെറിയ ബോട്ടുകളിൽ കയറി കരയിലേക്ക് വരാനേ പറ്റുള്ളൂ. ഇവിടെ നോക്കിയാൽ 4 സൈഡിലും ബിൽഡിങ്ങും അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റുകളും ഹോട്ടലും ഒക്കെയാണ് കേട്ടോ. ഞാൻ പറഞ്ഞതേ ആ കാണുന്ന മോളാണ്. അത് സത്യത്തിൽ കടലിനകത്താണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ അത് ഇനാഗ്രേറ്റ് ചെയ്തിട്ടില്ല. ഏതോ ഒരു കുവൈറ്റ് കമ്പനിയാണത് നിർമ്മിക്കുന്നത് കേട്ടോ. അടിപൊളി സെറ്റപ്പായിരിക്കുന്നത്. അത് ഓപ്പൺ ചെയ്യുമ്പോൾ അതിനകത്തേക്ക് കയറിയാൽ എന്ന് പറഞ്ഞാൽ കടലിനുള്ളിലാണ്, എല്ലാം കടലിൽ ആണ് ചെയ്തിരിക്കുന്നത്. അതിനകത്തേക്ക് തന്നെ കടലിൻ്റെ വെള്ളം കയറി വരുന്ന രീതിയിലാണ് ആ മോള് ചെയ്തിരിക്കുന്നത്. അത് മോള് ഉദ്ഘാടനം ചെയ്യുമ്പോഴത്തേക്ക് അവിടെ പോയി കാണാം. പക്ഷേ കുറച്ച് 3-4 വർഷമായി ഇതിൻ്റെ വർക്ക് ഇങ്ങനെ ഫൈനലൈസ് ചെയ്ത് കണക്ക് കിടക്കുന്നു. പക്ഷേ എന്തോ ഒരു പ്രശ്നം കൊണ്ടാണെന്ന് തോന്നുന്നത് ഓപ്പൺ ചെയ്യുന്നില്ല. കുറച്ച് ചെറിയ ചെറിയ ബോട്ടുകളും വലുതുമൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ ആരുമില്ല. ഉച്ചസമയം ആയതുകൊണ്ട് അവിടെ എങ്ങും ആരെയും കാണുന്നില്ല. വെള്ളം അങ്ങനെ ഇവിടെ തിരകളൊന്നുമില്ല കേട്ടോ. ഇവിടെ ഡെഡ് സീ ആണ്, ഇങ്ങനെ അനക്കം ഇല്ലാതെ കിടക്കുകയാണ്.
ഇതേ കണ്ടോ, ഈ ബോട്ട് ജെട്ടിയോട് ചേർന്ന് നല്ല വലിയൊരു പള്ളിയുണ്ട് കേട്ടോ. ഓക്കെ, അടിപൊളി പള്ളിയാണ് ഉണ്ടാക്കിയിരിക്കണേ. എന്തായാലും നമുക്ക് അവിടെ കയറി നിന്ന് നിസ്കരിച്ചിട്ട് പോവാം. ഈ കാണുന്നതാണ് സീ ക്ലബ്ബ് കേട്ടോ, അതായത് മറൈൻ ക്ലബ്ബ് അങ്ങനെയൊക്കെയാണ്. എന്തായാലും നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം അതിനകത്തേക്ക് പോകാൻ പറ്റുമെന്ന്. അതിനകത്ത് കയറ്റി വിടുന്നു തോന്നില്ല, അവിടെ സെക്യൂരിറ്റി ഉണ്ട്, അത് കാരണം പറയാൻ പറ്റില്ല. എന്തായാലും ഒന്ന് ശ്രമിക്കാം. എന്തായാലും പോവാണ് കേട്ടോ, അതിനകത്തേക്കൊന്ന് പോയി നോക്കുകയാണ്. അതിനകത്ത് പറ്റുമെന്നുണ്ടെങ്കിൽ കയറാം. സീ ക്ലബ്ബ് എന്താണെന്നൊന്ന് നോക്കട്ടെ. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് വീഡിയോ ഓഫ് ചെയ്യേണ്ടി വരും. അതിൻ്റെ ഫ്രണ്ടിലെത്തുമ്പോൾ എന്തായാലും വീഡിയോ ഓഫ് ചെയ്യാപ്പോൾ എന്നിട്ട് അകത്തേക്ക് കയറ്റി വിടുമെന്ന് അവരോട് ചോദിക്കും. പക്ഷേ അവർ കയറ്റി വിടാൻ സാധ്യത തീരെ കുറവാണ്. എന്തായാലും ഇവിടെ ആരും ഇല്ല കേട്ടോ. ഞാൻ അതിനകത്തേക്ക് കയറി പോവാണ്, നോക്കാം. ഇതാണ് സീ ക്ലബ്ബ്. അതിനകത്ത് എന്താണ് സീ ക്ലബിനകത്തുള്ളതെന്നൊന്ന് നമ്മൾ നോക്കട്ടെ. ജുബൈൽ മറൈൻ സ്പോർട്സ് ക്ലബ്ബ് എന്നിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ കാണുന്നു ജുബൈൽ മറൈൻ സ്പോർട്സ് ക്ലബ്ബ്. എന്താണെന്ന് നമുക്കൊന്നും അറിയില്ല. ഇവിടെ നമുക്ക് അലൗഡ് ഉണ്ടോ ഇവിടെ കയറാനെന്നുള്ളതും അറിയില്ല. എന്തായാലും അകത്തേക്കൊന്ന് കയറി നോക്കി ഇനി എന്താണ് വരിക എന്നുള്ളത് നോക്കാം. ഇങ്ങനെ കാണുന്നുണ്ട് എന്തൊക്കെയായിട്ട്, പക്ഷേ റോഡിങ്ങനെ തിരിഞ്ഞ് പോകുന്നതേ ഉള്ളൂ. അതിനകത്തൊന്നും ഒരു മനുഷ്യരും കാണുന്നില്ല. പകലായതുകൊണ്ടാണോ എന്നറിയില്ല. വേറെ എപ്പോഴെങ്കിലും നല്ല തിരക്കുണ്ടാവുമെന്നും അറിയില്ല. ഞാനിവിടെ എത്തി ഇതിൻ്റെ ഭാഗത്ത്. കുറച്ച് ബോട്ടുകളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ, ചെറിയ ചെറിയ ബോട്ടുകൾ ഇവിടെ കാണുന്നുണ്ട്. ഇവിടെയൊക്കെ കുറച്ച് ബോട്ടുകളുണ്ട്, അല്ലാതെ വേറെ ആരെയും കാണുന്നില്ല. എന്തായാലും നമുക്ക് ഇനി കൂടുതൽ നേരം ഇവിടെ നിൽക്കണ്ട, ഇവിടെ നിന്ന് ഇറങ്ങി പൊയ്ക്കളയാം. ഇതിനകത്ത് കൂടുതൽ നേരം നിന്നാൽ ചിലപ്പോൾ അവർ ഒരു ഇതുണ്ടാക്കും. അത് കാരണം പുറത്തേക്ക് പോകുന്നതാണ്. മറൈൻ സ്പോർട്സ് ക്ലബ്ബ് എന്നിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ കാണുന്നതാണ് കേട്ടോ. ഇപ്പോൾ വണ്ടിയിൽ നിന്ന് എന്തായാലും പുറത്തിറങ്ങിയിട്ടില്ല. പുറത്തിറങ്ങി അകത്തേക്ക് പോകാനുള്ളൊരു മൂഡിലല്ല. സംഭവം എന്ന് പറഞ്ഞാൽ അവർ എന്തെങ്കിലും സെക്യൂരിറ്റി ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പിന്നെ പ്രശ്നമാക്കും. അതുകൊണ്ട് എന്തായാലും ഞാൻ അകത്തേക്ക് പോകുന്നില്ല. ഇത് കണ്ടല്ലോ, ജുബൈൽ മറൈൻ ക്ലബ്ബ് നിങ്ങൾ കണ്ടില്ലേ, ഈ കാണുന്നതാണ് കേട്ടോ. എന്തായാലും ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. വീഡിയോ കണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. അതുപോലെ തന്നെ അടുത്ത ഒരു പുതിയ നല്ല വീഡിയോയുമായി വീണ്ടും വരുന്നവരേക്ക് എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ, സീ യു, സ്റ്റേ ട്യൂൺ.